അവധിയുള്ളൊരു ദിവസം ഫാമിലിയായി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ കേരളാംകുണ്ട് എന്ന ഈ വെള്ളച്ചാട്ടം. കുറച്ച് നടക്കാനും കുറച്ച് ട്രെക്കിംഗ് ചെയ്യാനും വെള്ളച്ചാട്ടത്തിൽ ചാടാനും ആഗ്രഹമുള്ളവർക്ക് ഒരു പറ്റിയ സ്പോട്ടാണ് ഈ കേരളാംകുണ്ട് വാട്ടർഫാൾസ്. കരുവാരക്കുണ്ടിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ദൂരമുള്ളത്. ചില സമയങ്ങളിൽ യെല്ലോ അലേർട്ടോ റെഡ് അലേർട്ടോ ഉണ്ടാകുമ്പോൾ ഈ ബോർഡിൽ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വാട്ടർഫാൾസ് ഓപ്പൺ ആകില്ല. ഈ കാണുന്ന ബോർഡിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു 4 കിലോമീറ്ററോളം നമ്മളെ വാഹനം കൊണ്ട് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-2.5 കിലോമീറ്റർ നമ്മൾ ഒന്നെങ്കിൽ നടക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്ത് തന്നെ ജീപ്പ് അവൈലബിൾ ആണ്. ജീപ്പിൻ്റെ നമ്പർ ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. നമ്മൾ നടന്ന് കുഴങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കും കുട്ടികളായിട്ട് പോകുന്നവർക്കും ഏറ്റവും നല്ലത് ജീപ്പ് വിളിക്കുകയാണ്. 250 രൂപയാണ് അവർ ഒരു സൈഡിലോട്ട് ചാർജ് ചെയ്യുന്നത്. തിരിച്ച് 250 രൂപ ഇങ്ങോട്ടും. 10 പേരെ ഒരു ജീപ്പിൽ ഒരു സമയം അവർ കയറ്റുന്നതാണ്. ജൂൺ ടു സെപ്റ്റംബർ അത്ര സേഫ് അല്ല. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ടൈം ഇങ്ങോട്ട് വരാൻ എപ്പോഴും നല്ലത് ഒക്ടോബർ മുതൽ മെയ് മാസം വരെയാണ്. നമ്മൾ ഈ വാട്ടർഫാൾസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് പോലും കിട്ടില്ല. പക്ഷേ വൈഫൈയുടെ കണക്ഷൻ അവിടെ ഉണ്ട്. അതുപോലെ ലാൻഡ് ഫോൺ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ. ഞങ്ങൾ എന്തായാലും നടക്കാനാണ് തീരുമാനിച്ചത്. ഞങ്ങളങ്ങനെ നടന്ന് കുറേ ദൂരം പോയി. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. അപ്പോഴാണ് ഈ മരം ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഒരു വലിയ പാറയെ ഇതിൻ്റെ വേരെല്ലാം കൂടി പൊതിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മരം അങ്ങോട്ട് മേലോട്ട് നല്ല പന്തലിച്ച് വിടർന്ന് നിൽക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ അത് കാണാൻ. 2012 ഈ മരം ചെറുതായിരുന്നു അത്രേ. ശരിക്കും പറഞ്ഞാൽ ഈ മരം ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്നതായാണ് നമുക്ക് തോന്നുക. ഒന്ന് നോക്കിക്കേ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. വളരെ രസകരമായി തന്നെ പോയി. ലാസ്റ്റ് ഞങ്ങൾ വാട്ടർഫാൾസിലെ എൻട്രൻസിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 20 രൂപയാട്ടോ വരുന്നത് ഓരോരുത്തർക്കും. 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. നേരെ മേലോട്ട് കാണുന്ന റോഡില്ലേ, അവിടെ ഒരു റിസോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. ഇതുവരെ ഞങ്ങൾ കയറ്റം കയറിയായിരുന്നു വന്നിരുന്നത്. ഇനി ഞങ്ങൾ താഴോട്ടാണ് ഇറങ്ങുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ ഇവർ കുറേ നോട്ടീസൊക്കെ പതിച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാൻ. അതെല്ലാം വായിച്ചിട്ട് വേണം നമ്മൾ താഴോട്ട് പോവാൻ. രണ്ട് കിലോമീറ്ററോളം നടന്നെങ്കിലും ആശാന് തളർന്നിട്ടൊന്നുമില്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ കളിക്കാനും കുളിക്കാനുള്ള സന്തോഷത്തിലാണ് അവന്. എത്രയോ ദൂര സ്ഥലങ്ങളിൽ നമ്മൾ ടൂർ പോകാറുണ്ട്. പക്ഷേ ഇത്ര തൊട്ടടുത്ത്, നമ്മളെ തൊട്ടടുത്ത് ഇത്ര ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അവിടേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചെറിയ ഗാർഡനൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. കഫറ്റേരിയാസും ലോക്കർ ഫെസിലിറ്റീസും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ. വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടപ്പാതയും താഴേക്കുള്ള ചവിട്ടുപടിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. പിന്നെ ചവിട്ടുപടിയിലൂടെ താഴോട്ടിറങ്ങി. പോകുന്ന വഴി 2 സൈഡ്, ഇത് വലതുഭാഗം അതുപോലെ ഇടതുഭാഗം. വലതുഭാഗത്തേക്കും സ്റ്റെപ്പുകളുണ്ട്, ഇടതുഭാഗത്തേക്കും സ്റ്റെപ്പുകളുണ്ട്. ഇടതുഭാഗത്തായിട്ടാണ് നമ്മുടെ വാട്ടർഫാൾസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇടതുഭാഗത്തോട്ട് നടന്നു. ഒന്ന് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ. നല്ല രസമാണ് കാണാൻ. അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാം. പേടിയാവും കേട്ടോ ഇവിടെ നമുക്ക് വീണു പോകുമോ എന്നുള്ളതൊക്കെ. പക്ഷേ എങ്കിലും സേഫാണ്. നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം. ഇനി ഇടതുഭാഗത്തിലൂടെ താഴോട്ട് പോയി നോക്കാം. താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറേ ദൂരം താഴോട്ട് പോകാനുണ്ടെന്ന്. ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോൺ വീഴാതെ നോക്കണം. കുറേ താഴോട്ട് പോകാനുണ്ട് നമുക്ക്. ഈ വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് വരെ നമ്മൾ കുറേ കുന്നുകൾ കയറിയിട്ടാണ് വന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ താഴോട്ടാണ് ഇറങ്ങി പോകുന്നത്. ഇറങ്ങി നമ്മളൊരു കുണ്ടിലാണ് എത്തുന്നത്. അങ്ങനെയാണത്രേ ഈ വാട്ടർഫാൾസിന് കേരളാംകുണ്ട് എന്ന പേര് വന്നത്. ഇത്രയും സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വന്നത് ആ വെള്ളച്ചാട്ടത്തിലൊന്ന് ഇറങ്ങാനായിരുന്നു.
പക്ഷേ അത്രയും താഴെ വന്നപ്പോഴാണ് മനസ്സിലായത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണമെങ്കിൽ അത്ര എളുപ്പമല്ല, കുറച്ച് റിസ്ക് ആണെന്നുള്ളത്. അതെ, ഒന്ന് നോക്കിക്കേ എത്ര ദൂരം താഴോട്ട് പോകണമെന്ന്. ലാസ്റ്റ് താഴെ നമ്മൾ ചെന്നെത്തുന്ന ഭാഗം ഇതുപോലെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്സ് ഒന്നുമില്ല കേട്ടോ. ഇവൻ കയറി ചാടിയ പോലെ ഈ കമ്പിയിലൂടെ എടുത്ത് ചാടി ഈ കയറ് പിടിച്ച് പാറയിലൂടെ പിടിച്ച് വേണം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ. ഇവർ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി, പക്ഷേ അവർ കൂളായിട്ട് ഇറങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും റിസ്ക് ആണെന്ന് തോന്നി. എനിക്ക് പേടിയായത് കാരണം ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന് തോന്നി. പക്ഷേ മോളപ്പം എടുത്തുടനെ പറഞ്ഞു അവർ സ്കൂളിൽ നിന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാഗമായി വന്നപ്പോൾ അവരെല്ലാ ഗേൾസും ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ധൈര്യക്കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഒരു ലൈഫ് ഗാർഡ് എങ്ങനെയാണ് ഇതിൽ ഇറങ്ങുക എന്നുള്ളത്. നിങ്ങളുടെ പേരെന്താ? ലൈഫ് ഗാർഡാണ്. 7 വർഷമായി. 7 വർഷമായി ഈ വാട്ടർഫാൾസിൽ. ഇത് ഏത് മാസങ്ങളൊക്കെ ഇവിടെ അടച്ചിടും അതോ? അതെ, നമ്മളെ ജൂൺ മാസം തൊട്ട് പിന്നെ ഒരു സെപ്റ്റംബർ അവസാനം വരെ അടച്ചിടും. കാരണം വെച്ചാൽ വളരെ പഴുക്കിൽ പിടിച്ചിട്ട് ഇതായിരിക്കും. ഇവിടെ ഇറങ്ങുന്നത് സേഫ് അല്ല. വളരെ സേഫായ സമയത്ത് മാത്രമേ നമ്മളിതിൽ ഇറക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലൊരു പടി വെച്ച് അണ്ടർ കൺട്രോൾ വരാൻ വേണ്ടി മാത്രം. ഞാനും കരുതി ഇത്രയൊക്കെ സൗകര്യങ്ങൾ വെച്ചിട്ടോ എന്തുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചില്ല. അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെ അപകടകരമായ ഒരു കുഴിയാണ് അതില്ല. മഴക്കാലത്താണ് ഭയങ്കര ഫോഴ്സിൽ വെള്ളം വരും. പിന്നെ മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മലവെള്ളം വരും. അപ്പോൾ അത്ര അപകടങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൊടുക്കും. അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൺട്രോൾ ചെയ്യും അവരെ. നിങ്ങൾ ഈ ഇറങ്ങുന്ന പോലെ ഞങ്ങൾ ലേഡീസ് വന്നാൽ എന്താ ചെയ്യാറുണ്ട്? ഇറങ്ങാൻ പറ്റാത്തവരെ ഞങ്ങൾ സഹായിക്കും. ഇറങ്ങാൻ അതിനാണ് 2 ലൈഫ് ഗാർഡുകളുണ്ട് ഇവിടെ. സഹായിക്കും. ഓക്കെ, ഞാൻ ഇറങ്ങുന്നത് കാണിച്ചു തരാം. ഓക്കെ. ഇവരിറങ്ങുന്ന പോലെ നമുക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇവർ നമ്മളെ ഇറക്കി തരും. ഇവർ പറഞ്ഞ് ഈ നമ്മൾ വന്ന പോലെ തിരിച്ചേൽപ്പിക്കുന്ന അവർ പറയുന്ന ഒരു കോറൽ പോലും ഏൽക്കാതെ. അങ്ങോട്ട് ഇറങ്ങുന്നതും തിരിച്ചെങ്ങനെ ഇങ്ങോട്ട് കയറാമെന്നുള്ളതും അയാൾ എന്നെ സിമ്പിളായിട്ട് കാണിച്ചു തന്നു. എന്നിട്ടും എനിക്ക് ധൈര്യമൊന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4-5 പിള്ളേരും കൂടി വന്നു. അത് കഴിഞ്ഞ് പിന്നെയും വന്നു 4-5 മക്കൾ. എല്ലാവരും വരുന്നു, കൂളായിട്ട് ഇറങ്ങുന്നു, വെള്ളച്ചാട്ടത്തിൽ ചാടുന്നു. കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. പിന്നെ എനിക്കിങ്ങനെ തോന്നി, ഞാൻ വന്നപ്പോൾ ലെഫ്റ്റിലോട്ടും നടപ്പാതകളുണ്ടായിരുന്നു, റൈറ്റിലോട്ടും ഉണ്ടായിരുന്നു. ഞാൻ ലെഫ്റ്റിലോട്ടാണല്ലോ പോകുന്നത്, റൈറ്റിലോട്ട് എന്താണെന്നൊന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് ഞാൻ തിരിച്ച് വന്ന വഴി തന്നെ പോയി. ഇതിലൂടെയാണല്ലോ ഞങ്ങൾ വന്നത്. ഇനി ഈ വലതുഭാഗത്തുള്ള നടപ്പാതയിലൂടെ പോയിട്ട് അവിടെ എന്താണുള്ളതെന്ന് നോക്കാം. ഇവിടെ വരുന്ന ഈ വെള്ളം സൈലൻ്റ് വാലിയിൽ നിന്നും വരുന്ന കാട്ടുചോലയുടെ വെള്ളമാണത്രേ. ഒലിപ്പുഴയുടെ സ്റ്റാർട്ടിങ്ങും ഇവിടെ നിന്നാണ്. ഈ വെള്ളം പിന്നെ നേരെ പോയി കടലുണ്ടി പുഴയുടെ ഭാഗമാകുന്നു. അങ്ങനെ ഞാൻ പതുക്കെ വള്ളികളിലൊക്കെ പിടിച്ച് പാറകളിലൊക്കെ പിടിച്ച് ഇവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ മാറി. ആ ലൈഫ് ഗാർഡ് എന്നോട് പറഞ്ഞിരുന്നു, മാഡം ഇതിൽ ഇറങ്ങാതെ പോയാൽ മാഡത്തിന് നഷ്ടമാണ് കേട്ടോ. ആ വെള്ളത്തിലൊന്ന് ഇറങ്ങി കുളിച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം ബാക്കോട്ടാവും നിങ്ങളെ വയസ്സ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് 5 വയസ്സ് ബാക്കോട്ടായില്ലെങ്കിലും അതിലൊന്ന് ഇറങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ഭാഗത്ത് വന്നപ്പോൾ തീർന്നു. ഇവിടെ ഇഷ്ടം പോലെ വെള്ളവും അതുപോലെ ചെറിയ ചെറിയ പാറകളും ചെറിയ മക്കളായിട്ട് വരുന്നവർക്കും ഫാമിലിയായിട്ട് വരുന്നവർക്കും എന്നെപ്പോലെ പേടിയുള്ളവർക്കും ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കളിക്കാൻ. ഇതിലങ്ങോട്ട് മേലെ കുറേ ദൂരം പോവാട്ടോ. ഞാനിവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ കളിച്ചു. നല്ല ഫ്രഷ് വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ആണുങ്ങളൊക്കെ എന്ത് ചെയ്തു, വലിയ മക്കളെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് ചാടാൻ പോയി. ചെറിയ മക്കളെയും കൊണ്ട് ലേഡീസൊക്കെ ഈ ഭാഗത്തും വരാൻ തുടങ്ങി. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇത്. എത്രയോ സ്ഥലങ്ങൾ നമ്മൾ ദൂരെ പോകാറുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഇത്ര ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ഒരു ചെറിയ സ്പായൊക്കെ പോലെ, ഫിഷ് സ്പാ ഒക്കെ പോലെ കാലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീനുകളൊക്കെ കാലിൽ വന്ന് ഇങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു.
ഒരു 2 മണിക്കൂറോളം ഞങ്ങളിവിടെ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി നല്ല വെയിലായിരിക്കുമല്ലോ, തിരിച്ച് താഴോട്ട് ഇറങ്ങണ്ടേ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി നമ്മളെ എൻട്രൻസിൽ കയറുന്ന സ്ഥലത്തിന് ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ നല്ല ചൂട് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് പിന്നെയും ഇറങ്ങി. ഇവർ പറയുന്നത് മെയ് മാസത്തോടുകൂടി ഏകദേശം ഈ റോഡൊക്കെ ഫുള്ള് ധാരിട്ട് ഇവിടെയൊക്കെ പണി നടന്ന് ഇവിടെ റിസോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ കൂടുതൽ സൗകര്യങ്ങളൊക്കെ വരുമെന്നാണ് ഇയാൾ പറഞ്ഞത് നമ്മളോട്. അതിനുള്ള ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറെ സ്ഥലങ്ങളിലെ വിശേഷങ്ങളുമായി വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.